ചപ്പാത്തി അങ്ങ് മുറിച്ചെടുത്തിട്ടേ ഈ മസാലയൊക്കെ ചേർത്ത് മുട്ടയും കുറച്ചങ്ങ് പൊട്ടിച്ചെടുക്കാം. നല്ല ചൂടാ എന്തായാലും. എല്ലാം കൂട്ടിയും കഴിച്ചേക്കാം. കൊതിയാവുന്നുണ്ടോ? ഓ ഇല്ല. അമ്മച്ചിമാരുണ്ടല്ലോ, എല്ലാവർക്കും ഒക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചിട്ട് കഴിക്കണം. അമ്മച്ചിമാര് കഴിക്കുള്ളൂ. എന്തായാലും ഗംഭീരം. അപ്പോൾ എന്തായാലും ഇന്ന് വന്ന ഉടനെ തന്നെ പാചകമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അമ്മച്ചി ഇവിടെ ചായയും മുട്ട പുഴുങ്ങിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതെയോ? അല്ലേ? അങ്ങനെയാണ്. കുടിച്ചേക്കാം. 4 മുട്ടയൊന്നും വേണ്ട. അയ്യോ വേണ്ട. അയ്യോ ഇത് ഇന്ന് പാചകത്തിനുള്ളതാ. ചായ മുട്ടയതെ. എന്നാ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അത് ഞാനോ ഇങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ മുട്ട പുഴുങ്ങി തന്നെയാണ് മുട്ടക്കറി എന്ന് വിചാരിക്കുക. ഈ ചായയും കൂടെ വെക്കുമ്പോൾ നമ്മൾ കഴിക്കാനുള്ളതല്ലേ ചിന്തിക്കുള്ളൂ. കുരുമുളക് പൊടി ഇരിക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ കണ്ടു. അപ്പൊ തന്നെ ഈ ചായ ഒഴിച്ചിട്ട് എന്താ? ചായ ഒഴിച്ചൊന്നൊരു മുട്ടക്കറി വെക്കുക. ആണോ? എന്താ അത്? എന്നാ കറി എന്ന് പറഞ്ഞു തന്നെ? ഇത് ചായ കട്ടൻ ചായ ഒഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറി. അതൊക്കെ കഴിയുമ്പോൾ കാണാം. ആണോ? അപ്പൊ അതിനെന്ത് വേറെ എന്തെങ്കിലും പേരുണ്ടോ? പേരുണ്ട്. എന്താ? തേയില മുട്ടക്കറി. അപ്പൊ എന്നാണെങ്കിലും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് തേയില മുട്ടക്കറി പാകം ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പൊ സാധാ കറി വെക്കുന്ന പോലെ തന്നെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തന്നെയാണ്. കട്ടൻ ചായ നേരത്തെ റെഡിയാക്കി വെക്കുന്നത്. അതെ, അത് മാത്രമേ ഉള്ളൂ. കട്ടൻ ചായയും മുട്ട പുഴുങ്ങിയതും. എന്നാലേ ഈ എണ്ണയൊക്കെ ഒഴിച്ച് ഈ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് കട്ടൻ ചായയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, ഏതായാലും ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ ഞാൻ ഷിനോയെ ഏൽപ്പിക്കുന്നത്. അന്നേരം വിവരം അറിയാം. അതെ, അത് വരാനൊന്നും മിണ്ടുന്നില്ല. അതെ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തോട്ട് ഒരു 3 കഷ്ണം കറുവാപ്പട്ടയാണ് ഇടുന്നത്. പക്ഷെ അല്ല, ഈ ഏലക്കായും ഉണ്ട്. പക്ഷെ ഇതെൻ്റെ വീട്ടിലെ കറുവാപ്പട്ടയാണ്. അതാണ് ഇതിങ്ങനെ കനം കുറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ശിഖരം വെട്ടിയെടുത്ത് അതൊന്ന് ചീവി ഉണക്കി വെച്ചിരിക്കുന്ന ഇത്. അതാണ് ഇത് ഇത്രയും ചെറുത്. കണ്ടോ? ഏലക്കായ ഇവിടെയുണ്ട്. താഴെ നിൽക്കുന്നു. കൊണ്ടുപോകണം അല്ലേ? ഇത് 3 എണ്ണം, 3 ഗ്രാമ്പൂവ്, 3 ഏലക്കായ. അതൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ. ശ്രദ്ധിക്കണ 3 4 പോകരുത്. ഇല്ല, 3 ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് സബോള ഇട്ട് വഴറ്റാം. സബോള എത്ര സബോള ഉണ്ടോ ചേച്ചി? ഇത് ചെറിയ 3 സബോളയാണ്. ചെറിയ 3 എണ്ണം. അമ്മച്ചി ഇന്ന് മൊത്തം 3ന്റെ കണക്കാണല്ലോ. 3 ഒരു നല്ല സംഖ്യയല്ലേ? 3 ഏലക്ക, 3 കറുവപ്പട്ട, 3 സബോള, 3 തക്കാളിയാണ്. അത് 3 തക്കാളി. അത് 2 എണ്ണമേ ഉള്ളൂ. പിന്നെ 4 മുട്ട. 4 മുട്ട വേണ്ട. 3 മുട്ടയോ? ഒരു കാര്യം ചെയ്യാം, ഒരെണ്ണം ഞാൻ ഇപ്പോൾ എടുത്ത് തിന്നാം. ഒരു 3 മുട്ട ഇടാം. അതെല്ലാം ഒരു കണക്ക് കറക്റ്റ് ആവും. നമുക്ക് ഇനി ലേശം ഉപ്പിടാം. സബോള വേഗം ഒന്ന് വഴന്ന് വരട്ടെ. പൊടിക്കൈ. ഇത് 2 തക്കാളിയാണ്. 2 തക്കാളി. ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഇതുണ്ടല്ലോ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ചതച്ചരച്ചു. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതെ.
തക്കാളിക്കായും ഈ സബോളയും മിക്സിയിൽ അരച്ച് വേണേലും നമുക്ക് ഉണ്ടാക്കാം. അരച്ച് നല്ല പോലെ അരച്ചിട്ട് വേണേലും ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അരച്ച് കഴിയുമ്പം അതൊരു ഇത് ലെവൽ മാറിയില്ല, അന്നേരം ഇതിപ്പോ ഒരു കഷ്ണങ്ങളായിട്ട് കിടക്കും. ഓരോരുത്തർക്ക് നമുക്ക് അവനവൻ്റെ ഇഷ്ടം പോലെ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതാ ഞാൻ അങ്ങനെ വേണമെങ്കിലും വെക്കാം. മിക്സിയിൽ അടിച്ചൊഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണം ചെയ്യാം. ഇങ്ങനെ വെക്കേണ്ടവർക്ക് എങ്ങനെയും ചെയ്യാം. നല്ലപോലെ വഴലില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 തള കറിവേപ്പില, കറിവേപ്പില ഇട്ടപ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് അല്ലേ? അതെ. ഇത് ഏകദേശം ഒരുമാതിരി ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ നമുക്ക് തീ സ്വല്പം കൂടെ കൂട്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴലണം. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ഒരു ലേശം മതി, കുറച്ച്. ഷിനോയ് ഇത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ പാനെ ഇങ്ങനെ വിട്ടു പോരത്തക്ക രീതിയിൽ കണ്ടോ, അതാണ് അതിൻ്റെ പരുവ്. അതെ പോരണം. അതാ ഷിനോയ് കുടിക്കാൻ വെച്ച ചായയില്ലേ, ഏതായാലും അത് ഇതിനകത്തോട്ട് ഇപ്പം തക്കാലം നമുക്ക് ഒഴിക്കാം. ഒഴിച്ചോ. ഇതിനളവുണ്ട് എന്തോരമാണെന്നുള്ള. കൂടുതൽ തിളയ്ക്കാനും പാടില്ല, തിളച്ചു പോയാൽ അതിൻ്റെ ഒരു ഇതെങ്ങോട്ട് ഇറങ്ങും. സാധാരണ എടുക്കുന്ന പോലെ ഒരു സ്ട്രോങ്ങിൽ എടുത്താൽ മതി. ഒന്ന് തിളച്ചാൽ മതി, കൂടുതലിട്ട് തിളപ്പിക്കരുത്, അന്നേരം അതിൻ്റെ കറി എങ്ങോട്ട് ഇളകും. തിളപ്പിച്ചെടുത്ത് മധുരം ഇട്ടിട്ടുണ്ടോ? ഇല്ല, മധുരമില്ല. കട്ടൻ ചായ. കണ്ടോ ഷിനോയ്, ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ തെളിഞ്ഞ് ഒന്ന് പറ്റണം, നല്ലപോലെ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ നമുക്കിത് തീ കുറച്ചിട്ട് നമുക്ക് മുട്ടയിടാം. മുട്ടയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞിടുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ മസാല ഇതിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം. ഇതിൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചിലപ്പോൾ മുട്ടക്കറി വെക്കുമ്പോഴേ മുട്ട കീറിയിടും, നടുവേ ആണേലും കീറാം. പിന്നെ അന്നേരം സൂക്ഷിക്കണം, കാരണം ഇതിനകത്തൊന്ന് ഉണ്ണി വേർപെട്ട് പോകാതെ. ഒന്നോ രണ്ടോ ഇങ്ങനെ ഒരു ചുറ്റി വരഞ്ഞിട്ട് ഇങ്ങനെ ഇടുക നല്ലത്. അല്ലെങ്കിൽ അത് മറ്റേത് നടുവേ മുറിച്ചിട്ടാണെങ്കിൽ സൂക്ഷിക്കണം, ഉണ്ണി അതിനകത്തൊന്ന് വിട്ടുപോകരുത്. നമുക്ക് ഈ മസാല ഇതിന് പുരട്ടിയൊന്ന് നല്ലപോലെ ആകുവാണെങ്കിലേ അതിൻ്റെ ആ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും യോജിച്ച് കിട്ടും. റെഡിയായോ ഇത് സംഭവം? ഇനി ഒരു ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട്. ഷിനോയ് മുമ്പേ ചോദിച്ചില്ലായിരുന്നോ ചായക്ക് മധുരം ഇടണ്ടെന്ന്? ആ മധുരം ഇനിയാണ് ഇടാൻ പോകുന്നത്. പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിന്റെ ഒരു സ്വാദൊന്നും നല്ല ക്രമീകരിച്ച് കിട്ടാന്. അന്നേരം നമുക്കൊന്ന് സാവധാനം വിളക്കി ഒന്ന് യോജിപ്പിച്ച്. എന്തായാലും ഒരു വ്യത്യസ്തമായ കറിയാണ്. നമ്മൾ ചായ ഒഴിച്ച ഇട്ട മുട്ടക്കറി കണ്ടോ,
നമ്മൾ ആ ചായവെള്ളം ഒഴിച്ചതിൻ്റെയാണ്. കാശ്മീരി ചില്ലി ഉപയോഗിച്ചത്, പക്ഷേ ആ ചായവെള്ളം ഒഴിച്ചതിൻ്റെയാണ്. നല്ലൊരു കളറല്ലേ? ആ, ഇനി നമുക്ക് ഒരേതൽ നല്ലൊരു കളറാണ്. നമുക്ക് ഒരേതൽ കറിവേപ്പിലയും കൂടെ ഇട്ട് പരിപാടി നിർത്താം. പരിപാടി തീർന്നു. ആ, കറി റെഡി. ഇനിയിപ്പം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും കുറച്ച് തൂവാം വേണമെങ്കിൽ. കറിവേപ്പില ഞാനിപ്പോ ഈ സാധാരണ മല്ലിയില അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാറ്റാൻ വേണമെങ്കിൽ. ഇതാണ് പക്ഷേ അതിന്റെ മെയിൻ ആയിട്ടുള്ള ചേരുവകൾ ഇതൊക്കെ തന്നെയാണ്. ഈ കറി ശരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കുന്ന കറികളല്ലേ? ഇടിയപ്പം, അപ്പം. ഇടിയപ്പത്തിനൊക്കെ നല്ല കറിയാണ്. അതെ അതെ, വലിയ ഗ്രേവി ഇല്ലാതാനും എന്നാൽ ആവശ്യത്തിനുണ്ട് താനും. അപ്പോൾ കറി റെഡി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളുടെയും കൊടുത്ത് കഴിക്കാന്ന് പറഞ്ഞു. അമ്മച്ചി എനിക്ക് ഇത് കഴിക്കാൻ വേണ്ടി എന്ത് ഭക്ഷണം? ചപ്പാത്തിയാണ്. ചപ്പാത്തി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചാറ് കുറച്ച് കഴിച്ചാൽ ഓക്കെ. ഇങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതിന്റെ കൂടെ വേറെ ചായ കുടിക്കേണ്ട കാര്യമില്ലായിരിക്കും. നേരത്തെ ചായയും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതെ അതെ. എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാട്ടോ. ചൂടാണ്. സൂപ്പർ അമ്മച്ചി. എന്നാൽ ചപ്പാത്തി അങ്ങ് മുറിച്ചെടുത്തിട്ടേ ഈ മസാലയൊക്കെ ചേർത്ത് മുട്ടയും കുറച്ചങ്ങ് പൊട്ടിച്ചെടുക്കാം. നല്ല ചൂടാ എന്തായാലും. ഇതെല്ലാം കൂട്ടിയും കഴിച്ചേക്കാം. കൊതിയാവുന്നുണ്ടോ? ഓ ഇല്ല, കഴിച്ചു. അമ്മച്ചി ആദ്യം ചായയൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞപ്പം എനിക്ക് വലിയൊരു താല്പര്യം. എനിക്ക് മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അന്നേരം മനസ്സിൽ കരുതി ഇത് ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കൈയെടുക്കലെന്നുള്ളത്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ആ ചായന്റെ ഒന്നും ടേസ്റ്റ് അല്ല, വേറൊരു ആ ഫ്ലേവർ എന്താ നമുക്ക് പറയാൻ പറ്റും. അതുപോലത്തെ ചേരുവകൾ എന്തൊക്കെയെന്ന്. രണ്ടാമത് ആ കറുവപ്പട്ടേന്റെ ഏലക്കാന്റെ ഒക്കെ എല്ലാത്തിന്റെയും ടേസ്റ്റ് നമുക്ക് കൃത്യം കിട്ടുന്നുണ്ട്. അതാണ് ഈ കറിന്റെ പ്രത്യേകത. ഇത് കറുവപ്പട്ട എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുന്നല്ല. ഞാൻ എന്റെ മരത്തിൽ നിന്ന് ഒരു കമ്പ് വെട്ടിയെടുത്തിട്ട് അത് ചെറുതായിട്ട് ചീകി വേരിച്ച് വെച്ച് ഉണങ്ങിയതാ. കറക്റ്റ് ആ ഒരു കറുവപ്പട്ട എനിക്ക് കിട്ടിയില്ലേ? നല്ല ഒരു മധുരം പോലെയല്ലേ? പക്ഷെ മറ്റേതൊക്കെ ശരിയല്ല. എന്തായാലും നല്ല ഇതാണ്. അപ്പം ആർക്കും ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. ചായ ഉണ്ടാക്കി മുട്ടയൊക്കെ മേടിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക. തേയില മുട്ടക്കറി. അതെ, നമ്മുടെ കാഞ്ഞിരപ്പള്ളി മേരിയമ്മച്ചിയുടെ തേയില മുട്ടക്കറി. ഈ കറി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മച്ചിനെ തേടി ഇവിടെ വരും. അത് ഉറപ്പാ അല്ലേ? ഇപ്പം എന്തായാലും സൂപ്പറാണ്. അമ്മച്ചി ഉണ്ടാക്കുന്ന കറികളിൽ എടുത്തു പറയാവുന്ന കുറച്ച് കറികളുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുത്തി. സൂപ്പർ കറി, എല്ലാവരും ധൈര്യമായിട്ട് പരീക്ഷിച്ചു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ബൈ.